അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ശഅബാൻ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ് ശഅബാൻ മാസം. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ശഅബാനു ഷഹ്രീന, ശഅബാൻ മാസം എൻ്റെ മാസമാണ് എന്ന്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതും വഫാത്തായതും ഒക്കെ റബീഉൽ അവ്വലിലല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ശഅബാൻ എൻ്റെ മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ന്? അതിനൊരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വരുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബുൻ ഷഹ്റുല്ലാഹ് വ ശഅബാനു ഷഹ്രി വ റമളാനു ഷഹ്റു ഉമ്മത്തി. റജബ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസമാണ്, ശഅബാൻ എന്നുള്ളത് ഇത് എൻ്റെ മാസമാണ്. എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു ആയത്തിറക്കിയ മാസമാണ് ഈ ശഅബാൻ മാസം. ഏതാണ് ആ ആയത്ത്? നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളാഹു താല പരിശുദ്ധ ഖുർആനിലൂടെ ഡയറക്റ്റ് പറയുകയാണ്, അള്ളാഹുവും മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്തും സലാമും പറയണേ മുഅ്മിനീങ്ങളെ എന്ന് അള്ളാഹു താല പരിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അള്ളാഹു താല ഇതുപോലെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല ഒരുപാട് നിയമങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിസ്കാരം. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിസ്കാരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എന്നാൽ ആ കാര്യം പോലും അള്ളാഹു താല പറഞ്ഞിട്ടില്ല, അള്ളാഹു മലക്കുകളും നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും നിസ്കരിക്കണം എന്ന്. അല്ലെങ്കിൽ അള്ളാഹു മലക്കുകളും നോമ്പ് നോക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും നോമ്പ് നോക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാര്യവും അള്ളാഹു താല ഇതുപോലെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് സ്വലാത്ത് എന്നുള്ളത്. അള്ളാഹു താല ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കാൻ, അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശഅബാൻ മാസം എൻ്റെ മാസമാണ് എന്ന് പറയാൻ കാരണം ഇതാണ്. സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ച മാസമാണ് ശഅബാൻ മാസം. അങ്ങനെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കണം. കാരണം ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്. ഏത് സമയത്ത് നോക്കുമ്പോഴും ഉമ്മത്തി ഉമ്മത്തി എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്തിന്റെ സമയത്ത് പോലും, ആ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഇസ്റാ മിഅ്റാജ്. ആ മിഅ്റാജിന് പോയ സമയത്ത് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനിക്ക് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട സ്ഥലത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിക്കുകയാണ്. കാരണം ഹബീബാണ്. ഹബീബിനെ ക്ഷണിച്ചുകൊണ്ട് പരസ്പരം മുഖാമുഖം കാണുകയാണ്. ഒരു തടസ്സവുമില്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നഗ്ന നേത്രങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ കാണുകയാണ്. ആ സമയത്ത് അള്ളാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ ഹബീബേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് തരാം. എന്ത് ചോദിച്ചാലും തരാം എന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തും ചോദിക്കാമായിരുന്നു. കാരണം എന്തിനും സാധിക്കുന്ന, എന്തിനും കഴിവുള്ള ഒരേ ഒരു ശക്തി അല്ലാഹു തആല, ആ അള്ളാഹുവാണ് ചോദിക്കുന്നത്, നബിയെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അവിടുത്തെ മാതാപിതാക്കളെ ജീവിപ്പിക്കാൻ പറയാമായിരുന്നു. അല്ലെങ്കിൽ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു രാജാവാക്കണം എന്നെ എന്ന് പറയാമായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് വർഷം എനിക്ക് നല്ലപോലെ അഹങ്കരിച്ച് ജീവിക്കണം എന്ന് പറയാമായിരുന്നു. ഇങ്ങനെ എന്തും പറയാമായിരുന്നു. കാരണം എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവാണ് ചോദിക്കുന്നത്. പക്ഷേ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്. എന്താണെന്നറിയോ? അള്ളാഹുവേ,
എൻ്റെ ഉമ്മത്തിന് നീ കരുണ ചെയ്യണേ അല്ലാ. എന്താ പറഞ്ഞത്? എൻ്റെ ഉമ്മത്തിന് നീ കരുണ ചെയ്യണേ അല്ലാ. ആരുണ്ട് ഇങ്ങനെ പറയാൻ? ഇങ്ങനെ ഏത് സമയത്തും നമ്മളെക്കുറിച്ച് ആലോചിച്ച, ഉമ്മത്തിനെ കുറിച്ച് മാത്രം ആലോചിച്ചിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണ്ടേ? അവിടുന്ന് കാണിച്ച ആ മാതൃക, അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ എത്ര ധിക്കാരികളാണ്, എത്ര അധപ്പതിച്ചു പോയവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പൂമുഖം നമുക്കൊന്ന് കാണണ്ടേ? അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് നാളെ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണ്ടേ? അവിടുത്തെ കയ്യിൽ ലിവാഹുൽ ഹംദാകുന്ന കൊടിയും പിടിച്ചു നിൽക്കുമ്പോ നമുക്ക് അഭിമാനത്തോടു കൂടി അവിടുത്തെ പിറകിൽ അനുയായികളായി അണിനിരന്ന് നിൽക്കണ്ടേ? സ്വലാത്ത് ചൊല്ലാത്തവനിക്ക് ഇതിനുള്ള അർഹതയുണ്ടോ? സ്വലാത്ത് ഹൽക്കകളെ നിഷേധിക്കുന്നവനിക്ക്, സ്വലാത്ത് മജ്ലിസുകളെ അവഹേളിക്കുന്നവനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകിൽ ഞങ്ങളാണ് നിങ്ങളുടെ അനുയായികൾ എന്ന് പറഞ്ഞു നിൽക്കാൻ? അല്ലാഹു തആല പറഞ്ഞതാണ് സ്വലാത്ത് ചൊല്ലാൻ. അതും ചൊല്ലാത്തവനിക്ക് അവിടുത്തെ അനുയായിയാണ് എന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? പല ആളുകളും പറയും സ്വലാത്ത് ചൊല്ലണ്ടേ, ചൊല്ലണം. എപ്പ ചൊല്ലണം? നിസ്കാരം കഴിഞ്ഞിട്ട്, ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ചൊല്ലാന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലാൻ പറ്റൂല. പള്ളിയിൽ ഇരുന്ന് സ്വലാത്ത് ചെല്ലാൻ പറ്റൂല. 4 ആള് കൂടിയിരുന്ന് സ്വലാത്ത് ചെല്ലാൻ പറ്റൂല. ഒരു മജ്ലിസ് സംഘടിപ്പിച്ച് സ്വലാത്ത് ചെല്ലാൻ പറ്റൂല. ഒക്കെ ശിർക്കാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശിർക്കാണെങ്കിൽ ഞങ്ങളത് ചെയ്യുകയാണ്. സ്വലാത്ത് ചൊല്ലുന്നത് ശിർക്കാണെങ്കിൽ ഞങ്ങളത് ചെയ്യുകയാണ്. കാരണം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതല്ലേ. സ്വലാത്ത് ചൊല്ലാൻ സ്വലാത്ത് മജ്ലിസ് തന്നെ വേണമെന്നില്ല, സ്വലാത്ത് ഹൽക്കകൾ തന്നെ വേണമെന്നില്ല, പള്ളിയിൽ നിന്നാവണമെന്നില്ല, നിസ്കാരത്തിന്റെ സമയത്തിലാവണമെന്നില്ല. ഇങ്ങനെ ഒന്നുമില്ല. ഇതുപോലത്തെ ഒരു ഇബാദത്ത് അല്ലാഹു തആല വേറെ തന്നിട്ടില്ല. കാരണം എന്താ അറിയോ? സ്വലാത്ത് ചൊല്ലാൻ നിയ്യത്ത് വേണ്ട, ഉളൂ വേണ്ട, ശുദ്ധി വേണ്ട. എവിടെ നിന്നായാലും, അതായത് നമുക്ക് വൃത്തികേട് എന്ന് തോന്നുന്ന, ഉദാഹരണത്തിന് ടോയ്ലറ്റ് പോലത്തെ നജസുമായി ബന്ധപ്പെടുന്ന, മാലിന്യങ്ങളുമായി ബന്ധപ്പെടുന്ന, നമുക്ക് ഒരു വൃത്തിയില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒഴികെ എവിടെ നിന്നും ആർക്ക് വേണമെങ്കിലും, ഒളു ഇല്ലാത്തവനാണോ, കുളി നിർബന്ധമായവനാണോ, ഹൈലുകാരിയാണോ, ആർക്ക് വേണാൽ എവിടെ നിന്നാൽ, എന്തിനേറെ കിബിറിന് വേണ്ടിയാണെങ്കിൽ പോലും, ഞാൻ എല്ലാവരും സ്വലാത്ത് ചെല്ലുന്ന ആളാണെന്ന് വിചാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വലാത്ത് ചെല്ലിയാലും അതിനിക്ക് കൂലിയുണ്ട്. ഇതുപോലത്തെ ഒരു ഇബാദത്ത് വേറെ അല്ലാഹു തആല തന്നിട്ടുണ്ടോ? നിസ്കാരം 4 ആളുകൾ കാണട്ടെ എന്ന് പറഞ്ഞ് നിസ്കരിച്ചാലോ അവന്റെ നിസ്കാരം പോയി. നോമ്പ് നോക്കിയിട്ട് 4 ആളുകളോട് പറയാ എനിക്കിന്ന് നോമ്പുണ്ട്, ആളുകൾ അറിയട്ടെ എന്നും വിചാരിച്ച് പറഞ്ഞാൽ അത് പോയി. 4 ആളുകൾ കാണട്ടെ എന്ന് പറഞ്ഞ് സക്കാത്ത് കൊടുത്താലോ അതും പോയി. 4 ആളുകൾ എന്നെ ഹാജിയാരെ എന്ന് വിളിക്കട്ടെ എന്നുള്ള നിയത്തോടു കൂടി ഹജ്ജിന് പോയാലോ അതും പോയി. അപ്പോ ഈ സ്വലാത്ത് അത് അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. അല്ലാഹു തആല ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് റജബും ശഅബാനും വിത്തുകൾ പാകിയിട്ട് വെള്ളം നനച്ചു കൊടുക്കേണ്ട സമയമാണ്. അതായത് ഇവിടെ വിത്തുകൾ പാകുക എന്ന് പറയുമ്പോൾ ആരാധനകള്, ഇബാദത്തുകള് റജബ് മുതലേ നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടുവരണം. അതായത് പരിശുദ്ധമായ മാസങ്ങളാണ്. എന്നാൽ മാത്രമേ റമളാൻ മാസത്തിൽ നമുക്ക് ഒരുപാട് കായികനികൾ അതിൽ നിന്നും പിഴുതെടുക്കാൻ പറ്റുകയുള്ളൂ. അതായത് റമളാനിൽ അല്ലാഹു തആല ഒരുപാട് ഓഫറുകൾ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ കൂലിയും, ഒരു ഫർള് ചെയ്താൽ 70 ഫർളിന്റെ കൂലിയും, ഇങ്ങനെ ഒരുപാട് ഓഫറുകൾ അല്ലാഹു തആല നൽകുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ റജബിലും ശഅബാനിലും തന്നെ ഒരുപാട് പറയാനുണ്ട്. എന്നാൽ പിന്നെ റമളാനിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഈ എല്ലാ മാസങ്ങളെയും അതിൻ്റെതായ പവിത്രതയോടുകൂടി സ്വീകരിക്കാനും അതിൽ ഒരുപാട് അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുന്ന രൂപത്തിൽ ഇഖ്ലാസോടുകൂടി ചെയ്യാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദർ കിട്ടുന്ന ആളുകളിൽ നമ്മ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടി ഒരു മാഗ്നറ്റ് വിഴുങ്ങിയിട്ടുണ്ട്. അത് ഒരു 12 മണിക്കൂറത്തെ സമയമാണ് ഡോക്ടർമാർ കൊടുത്തിട്ടുള്ളത് വിസർജ്യത്തിലൂടെ പുറത്തു പോകാൻ വേണ്ടി. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്
അള്ളാഹുവെ, ചോദിക്കുന്നവനൊന്നും ഒന്നും അല്ലാന്ന് എനിക്കറിയാം, എന്നാലും ഞങ്ങളൊക്കെ മുത്ത് ഹബീബിനെ സ്നേഹിക്കുന്നവരാണ്. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്ത് ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ ആ കുട്ടിക്ക് നീ ഒരു ബുദ്ധിമുട്ടും നൽകല്ല പടച്ചോനെ. അത് വിസർജ്യത്തിലൂടെ പുറത്തു കളഞ്ഞുകൊണ്ട് പടച്ചോനെ ആ കുട്ടിക്ക് നീ ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.